സോ അപ്പം എന്താ പറയാ ആ ഒരു കാര്യം കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ പറയാ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓൺടർപ്രണറിനെ കല്യാണം കഴിക്കാൻ പറ്റുന്നതും പിന്നെ കാരണം ഞാൻ പറയട്ടെ ഒരു പാർട്ണർ എന്ന് പറയുമ്പോൾ നമ്മുടെ നല്ല കാലത്തും നമ്മുടെ മോശകാലത്തും നമ്മളെ കൂടെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ എന്താ പറയാ നമുക്ക് അത് ഭയങ്കര ലക്കുള്ള കാര്യമാണ്. അപ്പൊ എന്റെ നല്ല സമയത്തും എന്റെ മോശ സമയത്തും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത്. കാരണം ചില കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റാത്ത നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളായിട്ട് കൂടി എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. മനസ്സിലായില്ലേ? സോ അപ്പൊ അതിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. അല്ലെ, കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് റിയൽ ലൈഫാണ്. റിയൽ ലൈഫ് റിയാലിറ്റി എന്ന് പറയുന്നത് എൻ്റെലി ഡിഫറെൻ്റാ. മനസ്സിലായില്ലേ? സോ അപ്പം ഞാനിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ബിഗ് ബോസിന് ശേഷം. എല്ലാവരും പറയാറുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞാൽ ഒരു 2 മാസം അല്ലെങ്കിൽ മാക്സിമം 2 ആഴ്ച 4 ആഴ്ചയൊക്കെ കാണത്തുള്ളൂ അതിൻ്റെ ഒരു ഹൈപ്പ്. അത് കഴിഞ്ഞാൽ കുറഞ്ഞു പോകുമെന്ന് പറയുമായിരുന്നു. അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു 1 വർഷം വരെ എങ്ങനെയെങ്കിലും ലൈം ലൈറ്റിൽ എന്ത് ചെയ്യണം, നിൽക്കണം. സോ അതിനുവേണ്ടി പർപ്പസ്ലിയും അല്ലാതെയും കണ്ടന്റ്സ് ഞാൻ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ചില കോൺട്രവേഴ്സീസ് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്, ചില കോൺട്രവേഴ്സീസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ അത് ഒരു 1 ഇയർ എനിക്ക് ആ ഒരു സോഷ്യൽ മീഡിയയിൽ ലൈം ലൈറ്റിൽ നിന്നു. അതിനുശേഷം പോപ്പുലർ ഫേസ് ഓഫ് ദി ഇയർ അവാർഡ് കിട്ടി. സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, എൻ്റെ ഒരു ആഗ്രഹം കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞാൻ ഗ്രാജുവലി ഞാൻ തന്നെ ഒരു ബ്രേക്ക് എന്ത് ചെയ്തു, സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്തു. അപ്പോൾ അത് എടുത്തതിന് ശേഷം എൻ്റെ പേഴ്സണൽ ലൈഫിലൊക്കെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. കാരണം എനിക്ക് കഴിഞ്ഞ 1 വർഷമായിട്ട് ഉറക്കും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ ഇപ്പം ഉറക്കമൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ വെയിറ്റ് ആക്ച്വലി ബിഗ് ബോസിന് ശേഷം നന്നായി കൂടി. ബിഗ് ബോസ് നിന്ന് ഇറങ്ങുമ്പോൾ 86-88 kg ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 112 113 വരെ വന്നിട്ട് അത്രയും വരെ വന്നിട്ട് കാരണം ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ്. ഐ ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് സ്മോക്ക്, കള്ളുടിക്കാൻ സെറ്റൊലിയൊന്നും ഇല്ല. അപ്പൊ ഫുഡ് നന്നായി കഴിക്കും. അപ്പം കാരണം ഭയങ്കര ഫുഡിയാ. അപ്പൊ അങ്ങനെ വെയിറ്റ് കൂടിയതിന് ശേഷം എന്ത് ചെയ്തു, ഇപ്പൊ കഴിഞ്ഞ ഒരു 1 month ആയിട്ട് ഗ്രാജുവലി അത് കുറച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇപ്പൊ 107 കിലോ ഉണ്ട്. കാരണം ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു ഇതേപോലെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി. പക്ഷെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 10 പ്രാവശ്യം ഞാനൊന്നും പറയാറില്ല. കഴിഞ്ഞ വർഷമായിരുന്നു ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണന്റെയും സംരംഭകയും നടിയുമായ ആരതി പൊടിയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത്. വളരെ പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കുമെന്നായിരുന്നു ഇരുവരും അന്ന് പറഞ്ഞത്. എന്നാൽ വിവാഹം നീണ്ടു. അതോടെ ഇരുവരും തമ്മിൽ തർക്കിച്ചു പിരിഞ്ഞു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഉയർന്നു. എന്നാൽ ഇക്കാര്യം നിഷേധിച്ച് രണ്ടുപേരും രംഗത്തെത്തി. തങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും ഇരുവരും വിശദീകരിച്ചു. ഇപ്പോഴിതാ എന്തുകൊണ്ട് വിവാഹം വൈകുന്നു എന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ഈ താരങ്ങൾ. എല്ലാവരും ചോദിക്കുന്നത് തങ്ങൾ വിവാഹം കഴിക്കുന്നില്ലേ എന്നാണ്. തങ്ങൾ സമയമാകുമ്പോൾ വിവാഹം കഴിക്കും. പ്രായപൂർത്തിയായ ആളുകൾ തന്നെയാണല്ലോ. തങ്ങളുടെ വിവാഹം എപ്പോഴായിരിക്കണമെന്ന് തങ്ങൾക്കറിയാം. ഞങ്ങൾ 2 രീതിയിൽ പോകുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. മാത്രമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഉത്തരവാദിത്തങ്ങളുമുണ്ട്. നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഈ ഒരു ബ്രേക്ക് എടുത്ത പീരീഡിലാണ് നമ്മൾ കുറച്ചുകൂടെ റിയലൈസ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടപ്പെടുന്ന എന്തുമാത്രം പേരുണ്ട്. കാരണം എപ്പോഴെങ്കിലും ഞാൻ പുറത്ത് പോകാറുള്ളൂ. പുറത്ത് പോകുമ്പോൾ തന്നെ വണ്ടിയിൽ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നാൽ തന്നെ ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ആക്ച്വലി ഫുഡ് ടു ബി ഫ്രാങ്ക് പറഞ്ഞാൽ ഹെൽത്തി അല്ല, പക്ഷെ എന്നാലും സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ എന്ന് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം 3-4 നേരം എന്ത് ചെയ്യാറുണ്ട്, ഇവര് കൊണ്ടുവന്ന് ഫുഡ് തരാറുണ്ട്. ഓരോ പ്രാവശ്യം ഓരോരുത്തരായിരിക്കും വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് സത്യം പറഞ്ഞാൽ അവർ കണ്ട് സംസാരിക്കും, ചിലര് ഫോട്ടോ എടുക്കും, ചിലർ അവരുടെ വീട്ടുകാരോട് സംസാരിക്കും, അവരെന്താ ചെയ്യുന്നത് സംസാരിക്കും. അപ്പൊ അത് കാണുമ്പോൾ പലരും പല സ്ഥലത്തുള്ള ആൾക്കാർ, പല ജോലി ചെയ്യുന്ന ആൾക്കാർ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഓരോ ദിവസവും അങ്ങനെ ഓരോരോ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, ദൈവം സഹായിച്ചെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട് നടന്നത്. ഒരുപാട് അമ്മമാര് കോൺടാക്ട് ചെയ്യാറുണ്ട്, പൊടീനെ കോൺടാക്ട് ചെയ്യാറുണ്ട്, പിന്നെ സംസാരമുണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ എവിടെയെങ്കിലൊക്കെ ഫംഗ്ഷനിൽ ചെല്ലുമ്പം ഓക്കെ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷവും നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര സന്തോഷം. ഇപ്പൊ ഈ ബ്രേക്ക് എടുത്തു എന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് റോബിൻ ചേട്ടൻ എന്തൊക്കെയായിരുന്നു പരിപാടികൾ? ഫുഡ് കഴിക്കലാണ് മെയിൻ പരിപാടി വരുന്നത്. അതിന്റെ റിസൾട്ട് നമ്മൾ കാണുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നുണ്ട്, എനിക്ക് ഉറക്കം പ്രോപ്പർ അല്ലായിരുന്നു. ഇനോഗ്രേഷൻസ് ഒക്കെ ആയിട്ട് ഒരു ദിവസം 2-3 ഇനോഗ്രേഷൻ ഒക്കെ ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം ഇപ്പോഴാണ് ഒരു 1 ഇയർ അല്ല, ഇപ്പോഴാണ് ഒരു ഗ്യാപ്പ് എടുക്കുന്നത്. അപ്പൊ നല്ല സുഖമായിട്ട് ഉറങ്ങും. കാരണം ഞാൻ ഇതിന് മുമ്പും ഞാൻ കണ്ടിന്യൂസ് 12 hours നൈറ്റ് ഡ്യൂട്ടി 7.5 വർഷം എടുത്തിരുന്ന ഒരു ഡോക്ടറാണ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഇവര് 1 ഇയർ ഒരു ഉറക്കം ഭയങ്കര കുറവ്, ഹാർഡ്ലി ഒരു 2-3 മണിക്കൂർ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത്. മനസ്സിലായില്ല? അതിനുശേഷം എന്റെ ഉറക്കം, കാരണം നമുക്ക് ഉറക്കം പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരും. മനസ്സിലായില്ല? അപ്പൊ എന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഞാനിപ്പോ കൊടുക്കുന്നത് ഒന്ന് ഹെൽത്തും ഒന്ന് മനസ്സമാധാനമാണ്. നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ. രണ്ടാമത്തെ കാര്യം പീസ്ഫുള്ളി മനസ്സമാധാനം
സമാധാനമായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക. എന്ന് വെച്ചാൽ പേഴ്സണലി ഇപ്പൊ കറന്റ് എൻ്റെ പേഴ്സണൽ ലൈഫും എൻ്റെ ഫാമിലി ലൈഫും എനിക്കും വേണ്ടിയാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്, കൂടുതൽ ടൈം സ്പെൻഡ് പിന്നെ എൻ്റെ വീടും ഡോക്ടറിന്റെ ഫ്ലാറ്റും ഏകദേശം അടുത്തടുത്താണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ലൂക്കനായിട്ടും എൻ്റെ സിസ്റ്ററിന്റെ ബേബിനായിട്ടും, എൻ്റെ അളിയനാണ് കേട്ടോ ലൂക്ക എൻ്റെ അപ്പൊ ലൂക്കനായിട്ടും ബേബിന് എൻ്റെ സിസ്റ്ററിന്റെ മോളുണ്ട്, അവരായിട്ട് ഫുട്ബോൾ കളിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പെറ്റ്സിന് ഇഷ്ടമാണ്, പക്ഷേ ഭയങ്കര പേടിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കാണാൻ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര സ്നേഹം വരുന്ന ഒരു പെറ്റ് എന്ന് പറയുന്നത് ലൂക്ക. എനിക്ക് ആദ്യമൊക്കെ ലൂക്കിനെ അത്ര ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം വീട്ടിൽ വരുമ്പോൾ ആദ്യം നോക്കുന്നത് എവിടെ ലൂക്ക, അവർ കറക്റ്റ് ആയിട്ട് വരും, റിസീവ് ചെയ്യാൻ വരും. പാറുനുണ്ടല്ലോ പെറ്റ് ഉണ്ട്, ഷിറ്റ്സു തന്നെയല്ലേ? ഭയങ്കര ലവബിൾ ആയിട്ടുള്ള, അത് വായിൽ കൈ വെച്ചു കൊടുത്താൽ കൂടി എന്ത് ചെയ്യത്തില്ല, കടിക്കത്തില്ല. പിന്നെ പാവ ഒരു മുഖമാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ, ഇവളുടെ കയ്യിൽ ഇത്ര കുഞ്ഞായിരുന്നപ്പോ കിട്ടിയതാ. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളാണ് അതിനെ വളർത്തിയത്. അപ്പൊ ഇവളുടെ എല്ലാ ഗുണങ്ങളും അതിന് എന്തുണ്ട്, പാവമാണ്, ഭയങ്കര പാവമാണ്. അത് സാധാരണഗതിയിൽ ഒരു ഡീഗ്രേഡിംഗ് വരുമ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർ എന്തെങ്കിലുമൊക്കെ പറയും. എന്നാൽ പൊടിയുടെ വീട്ടുകാർ എന്നെ പിന്തുണച്ചു. കുടുംബം കൂടെ ഉണ്ടാകുന്നത് തന്നെയാണ് നമ്മുടെ ശക്തി. എന്റെ കുടുംബം പോലൊരു കുടുംബത്തെയാണ് യഥാർത്ഥത്തിൽ കിട്ടിയത്. പൊടിയുടെ അമ്മ തന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അമ്മയ്ക്ക് കേൾക്കാനും സംസാരിക്കാനും ഒക്കെ ആള് വേണം. തന്റെ അച്ഛനെ തനിക്ക് വളരെ ഇഷ്ടമാണ്, പക്ഷേ തങ്ങൾ തമ്മിലുള്ള ബന്ധം ഫോർമലാണ്. അച്ഛൻ തനിക്ക് വേണ്ടിയാണ് ജീവിച്ചത്. പൊടിയുടെ അച്ഛനും അതുപോലെ തന്നെയാണ്. ഇങ്ങനെ ഒരു മാതാപിതാക്കളെ കിട്ടിയതിൽ തങ്ങൾ വളരെ ഹാപ്പിയാണെന്നും ഇരുവരും പറയുന്നു. പൊടിയോട് ഇഷ്ടം തോന്നിയപ്പോൾ സത്യത്തിൽ താൻ നേരിട്ട് വീട്ടിൽ വന്ന് ചോദിക്കുകയായിരുന്നു. അച്ഛന് പക്ഷെ മനസ്സിലായില്ല. കാരണം അച്ഛൻ ബിഗ് ബോസ് ഒന്നും കാണാറില്ല. അദ്ദേഹം സാധാരണ തൃശ്ശൂർക്കാരൊക്കെ ചോദിക്കുന്ന മട്ടിൽ വീട്ടിൽ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഞാൻ കരുതിയത് നമ്മുടെ റിലേഷനെ കുറിച്ചാണെന്നാണ്. എന്റെ ഇഷ്ടമാണ് കുടുംബത്തിന്റെ ഇഷ്ടം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് അച്ഛന് മനസ്സിലായതെന്നും താരം പറഞ്ഞത്. തന്റെ ഭാവി പദ്ധതിയും റോബിൻ പറയുന്നുണ്ട്. താൻ എന്താണ് ചെയ്യുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. നല്ലൊരു തിരിച്ചുവരവിനു വേണ്ടി മൗനമായി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് തങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബം തങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. താൻ വളരെ കഷ്ടപ്പെട്ടാണ് എന്തെങ്കിലും നേടിയിട്ടുള്ളത്. താൻ വീണ്ടും ഡോക്ടറായി ജോലി ചെയ്യാത്തത് എന്തേ എന്ന് ചോദിക്കുന്നവരുണ്ട്. തിരിച്ച് ഹോസ്പിറ്റലിൽ കയറിക്കൂടെ എന്നാണ് ചോദ്യം. എന്നാൽ സ്വന്തമായി ഒരു ഡെർമറ്റോളജി ക്ലിനിക് തുടങ്ങണമെന്ന പ്ലാനിലാണ് താൻ. അതൊക്കെ മെല്ലെ മെല്ലെ ചെയ്തു തുടങ്ങും. താൻ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്റെ അധ്വാനത്തിന്റെ ഫലം തന്നെയാണെന്നും റൂബിൻ പറയുന്നു. താൻ വളരെ പെർഫെക്റ്റ് ആയ ഒരു വ്യക്തിയൊന്നുമല്ല. തനിക്ക് ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. നല്ലൊരു മനുഷ്യനായി ജീവിക്കണമെന്നാണ് തന്റെ ആഗ്രഹം. തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇനിയും അതൊക്കെ സംഭവിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത് എന്നും റോബിൻ പറഞ്ഞു വെക്കുന്നു.